ഹലോ, എല്ലാവർക്കും ഒരു ഫ്രൈഡേ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. സമയം 7:30. ഞാൻ 7 മണിക്ക് അലാം ഉണ്ടായിരുന്നു, പക്ഷെ അത് കൈ തട്ടിയിട്ട് എന്തോ സ്നൂസായിപ്പോയി. ഇപ്പം സമയം 7:40. ഞാൻ കുറേ സംസാരിച്ചു, പക്ഷെ എൻ്റെ റെക്കോർഡ് ബട്ടണിൽ എന്തോ പറ്റിയോ എന്തോ എനിക്കറിയില്ല, അതൊന്നും റെക്കോർഡായില്ല. പിന്നെ ഞാൻ വീണ്ടും എടുക്കുന്നതാണ് കേട്ടോ. കൺമണി എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ രാത്രി കൺമണിക്ക് ചെറിയൊരു വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഇൻഡൈജഷൻ്റെ ആണ്, കാരണം അവൾ കുറേ മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവൾ വോമിറ്റ് ചെയ്ത് കളഞ്ഞു ഇന്നലെ രാത്രി. അപ്പം ഉറക്കം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എനിക്കും അവൾക്കും. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവൾക്ക് കുറച്ച് പയ്യന്നൂരത്തെ ഓർമ്മയും കാര്യങ്ങളൊക്കെ വന്നു. അച്ഛനെ മിസ് ചെയ്തെന്ന് തോന്നുന്നു, കാരണം അച്ഛനെ ലാസ്റ്റ് അവൾ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അച്ഛനെ മിസ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ പയ്യന്നൂർ നമ്മൾ ഉറങ്ങുമ്പം ഇപ്പം ഡോർ ലോക്കാണെങ്കിലും അല്ലെങ്കിലും ഇരുട്ടാവുമ്പോൾ അവൾ അച്ഛാന്ന് വിളിച്ച് കരഞ്ഞ് ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ നെക്സ്റ്റ് റൂമിൽ നിന്ന് അച്ഛൻ വരും സൗണ്ട് കേട്ടിട്ട്, എന്നിട്ട് അച്ഛൻ കൊണ്ടുപോകും. അപ്പം ലോക്ക്ഡൗണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അച്ഛൻ ഓപ്പൺ ചെയ്തിട്ട് അവളെ കൊണ്ടുപോകും. അപ്പോൾ അവൾ അങ്ങനെ ഇവിടെയാണെങ്കിലും കരഞ്ഞിട്ട് ഡോറിൻ്റെ അടുത്ത് പോയി നിന്നു. ഡോറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അച്ഛൻ വിളിക്കായിരുന്നു. പിന്നെ ഞാൻ എടുത്തെടുത്ത് കുറേ സമയം, ഇല്ല നമ്മൾ ദാവൺഗരയാണ്, നമ്മൾ പയ്യന്നൂരല്ല, നമ്മൾ പയ്യന്നൂർ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചു. എന്നിട്ടാണ് അവൾ ഉറങ്ങിയത്. പിന്നെയും ഉറക്കത്തിലൊക്കെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉറക്കമൊക്കെ കുറേ ഡിസ്റ്റർബ്ഡായി നമ്മുടെ രണ്ടുപേരുടെ. അങ്ങനെ ഈ സമയം എഴുന്നേക്കാൻ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഇന്ന് അശ്വിൻ ഇല്ല, കണ്ണൂർ ഡ്രോപ്പ് ചെയ്യണമെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അശ്വിൻ ഇപ്പോൾ ജിമ്മിൽ പോയിരിക്കുക. അശ്വിൻ ഇന്ന് എന്തോ ബാംഗ്ലൂർ പോയിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബാംഗ്ലൂർക്ക് പോകണമെന്ന് പറഞ്ഞു 9 മണിയാകുമ്പോഴേക്കും. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കാണാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം, ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇന്നൊരു ഫ്രൈഡേ, ഇന്ന് കൺവെൻറ്റിയുടെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് സ്കൂളാണ് കേട്ടോ, വർക്കിംഗ് ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ അവൾ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തു കേട്ടോ സ്കൂളിൽ. കൺമണി പ്ലേ സ്കൂളിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ എഴുതാനുള്ള ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. പക്ഷേ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസിലൊക്കെ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളൊരു എക്സ്ട്രാ ഒരു 1 hour കൊടുത്താൽ മതി അവർക്ക്. ഹോംവർക്കൊന്നും ഇല്ല അവർക്ക്, വളരെ ഒരു 10 minutes തീർക്കാനുള്ള ഹോംവർക്ക്സേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവൾക്കുള്ളൂ. പക്ഷേ സ്കൂളിൽ പോകാനുള്ളൊരു മടിയൊന്നും ഇപ്പോൾ അവൾക്കില്ല. സ്കൂളിൽ പോകുന്നുണ്ട്. അവിടുത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. പിന്നെ അവളും വന്നിട്ട് എന്നോട് പറഞ്ഞു, ഏതൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇവൾക്ക് ഷെയർ ചെയ്യാറുണ്ട്, ഇവൾ അവൾക്ക് കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാനൊന്ന് പോയി ജസ്റ്റ് ഫ്രഷായി വന്ന് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ നോക്കട്ടെ. ഞാൻ രാവിലെ തന്നെ ജീരക വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു. എനിക്ക് തോന്നുന്നു കൺമണിക്ക് ഈ ഇൻഡൈജഷൻ്റെ പ്രശ്നമായതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിപ്പിച്ച് ഒരു കുക്കുംബർ കട്ട് ചെയ്ത് കൊടുക്കാൻ വയ്ക്കുന്നു. കാരണം ഞാൻ ഇന്നത്തെ അവരുടെ ദിവസം അവർക്ക് പനീർ, അല്ലെങ്കിൽ പനീർ, സ്വീറ്റ് പൊട്ടാറ്റോ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസാണ് ഇന്ന് അവരുടെ മെനുവിൽ. അതിൽ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ അവൾക്ക് അങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. അവർക്ക് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതൊക്കെയാണെങ്കിൽ കഴിക്കുമായിരുന്നു. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ കഴിക്കാത്ത ഐറ്റംസ് കൊടുത്തു വിട്ടിട്ട് അത്രയും സമയം വെറുതെ വയറ് കാഞ്ഞിരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ അവൾ കഴിക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ള സംഭവം തന്നെ കൊടുക്കാം. അപ്പോൾ കുക്കുംബറൊക്കെ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസവും പഡ്ഡു കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പഡ്ഡു ഒരു കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ ആ കുട്ടി എന്താ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടി ക്യാരറ്റും കുക്കുംബറും കൊണ്ടുവന്നു. ക്യാരറ്റ് എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ കുക്കുംബറും ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അങ്ങനെ കുക്കുംബർ വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്ക് പണി കുറഞ്ഞു. ഫോണും ഇൻസ്റ്റാഗ്രാമും എല്ലായിടത്തും ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ച ആ ഒരു സംഭവം തന്നെ എല്ലായിടത്തും ഫ്ലൈറ്റിൻ്റെ. എന്തല്ലേ, ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ആ കുട്ടികളാവട്ടെ, ഹോസ്റ്റലിൽ കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ ആ പാസഞ്ചേഴ്സ് ആവട്ടെ, അല്ലേ, എല്ലാവരും പുതിയൊരു സ്വപ്നമൊക്കെ കണ്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ആ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന പിള്ളേർ എന്തായിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. നമ്മൾ ഈ സമയമുണ്ടല്ലോ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നാളെ എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നതൊക്കെ വെറുതെ. അങ്ങനൊരു നാളെ വരുമോ എന്ന് തന്നെ നമുക്കറിയില്ല.
ഒന്നും ഉറപ്പില്ലല്ലേ അങ്ങനെ ഒരു നാളെ വരും. ഓക്കെ നമ്മളെല്ലാം നാളെ ചെയ്യാം, നാളത്തേക്ക് വേണം, ഇത് നാളത്തേക്ക് മാറ്റി വയ്ക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ കാര്യങ്ങളും നാളെ പറയും. ഈ നാളെ ശരിക്കും വരുമോ അറിയില്ല. രാവിലെ ഫോൺ ഓപ്പൺ ചെയ്തത്, അപ്പോഴേക്കും അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. പിന്നെ വിചാരിച്ചു വെറുതെ അത് കാണുമ്പോൾ ഒരു വിഷമം, വിചാരിച്ചു വേണ്ട, എന്തെങ്കിലും മനസ്സിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചൂടുവെള്ളം കുടിക്കാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അറിയില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പുട്ടാക്കാന്ന്. അപ്പോൾ ഇന്ന് പുട്ടിന് പഴം മാത്രം മതി ഇവിടെ, വേറെ ഒന്നും വേണ്ട. പഴം വാങ്ങിക്കണം, കൺമണിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമ്പോൾ, അങ്ങനെയൊക്കെ. ഒരു ഫുൾ ഡേ നമുക്ക് കാണാം കേട്ടോ, ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകണേന്നൊക്കെ. അങ്ങനെ എവിടെയും വലുതായിട്ടൊന്നും പോകുന്നൊന്നുമില്ല, എന്നാലും ഞാനും കൺമണിയുമായിട്ടുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആണേ. എങ്ങനെയാ ഷീ സ്ലീപ്പിംഗ് അശ്വ. അശ്വ, നീ എന്നെ വിറ്റിട്ട് ഇന്ന് എങ്ങോട്ടാ പോണേ? അതല്ല, ഇന്ന് നീ എവിടെ പോകുന്നു നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ? ഇന്ന് ബംഗളൂർ പോണം. ഞാനും നീനില്ല. ബാഡ്. ನೀನು ಬೇಡ. അശ്വ, ഹീಗೆല്ലാം ഓപ്പൺ ആക്കി നീ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടില്ല. എന്ത് ഉറക്ക പറയ്, ಗೆಸ್ ಮಾಡು ಅಂತ. ಉറക്ക പറയ്. ಗೆಸ್ ವಾಟ್? ಉറക്ക പറയ്. ಉറക്ക പറയ് ಅಂದ್ರೆ ಗೆಸ್ ಅಂಡ್ ಸೇ. ಏಯ್, ಉറക്ക പറയ് ಅಂದ್ರೆ ಸೇ ಲೌಡ್ ಅಂತ. ಈಗ ಹೇಳಿದಲ್ಲ ನೀನು വേണ്ട ಅಂತ. ನೀನು വേണ്ട. ನೀನು ಅಲ್ಲ ಸಾರಿ, നീ വേണ്ട. അതെന്താ പറഞ്ഞിട്ട് പോ. അതെന്താ ഞാൻ വന്നാ? ബാക്കി പറ, അത് മാത്രമേ അറിയുള്ളൂ. അതെന്താ ഞാൻ വന്നാ? ബാക്കി എന്താ പറയാം? അതെന്താ ഞാൻ വന്നാ? ಅಂದ್ರೆ ಅದೆಂದ ഞാൻ വന്ന ಹೆಂಗಂದ್ರೆ ಅದೆಂದ ನಾ ಬನ್ನ ಅಂದ್ರೆ ഞാൻ വന്നാൽ എന്താ ಏನಾಗುತ್ತೆ ಅಂದ್ರೆ ಬೇಡ ಬೇಡ. ಓಕೆ. ಅಶೋ ನಾನು ಕಾರ್ಡ್ ಮಾಡು ಜುಜು. ഇത് ಇಂಡಿಗೋ ಪೌಡ್ರಾണ് കേട്ടോ. ಈ ಇಂಡಿಗೋ ಪೌಡ್ರ್ ನೀವು ಇದುವರೆಗೂ ಯೂಸ್ ಮಾಡಿಲ್ಲಲ್ಲ? ಇಲ್ಲ, ഫസ്റ്റ് ഈ ഇൻഡിഗോ പൗഡർ എനിക്കന്നൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ അയച്ചു തന്നാണ്, ഒരു ആന്ധ്ര ബ്രാൻഡിൻ്റെ. അമ്മ നോർമലി ഇവിടെ ഹെന്ന അല്ലെങ്കിൽ ഹെയർ ഡൈ ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക, തലയിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ടൊരു 1.5 hour വിടുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അമ്മ മറ്റന്നാൾ ഒരു ചെറിയ ട്രിപ്പ് പോകാം. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുന്നായിട്ടുള്ള ചെറിയ റെഡിയാകലാണ് അതൊക്കെ. അതിന് ശരിക്കും പോയിട്ടില്ലെങ്കിൽ ഹെന്ന ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൺമണീനെ ഞാൻ വിളിച്ചിട്ടില്ല. ഇന്നലെ അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് അശ്വിൻ ചോദിച്ചു ഇന്ന് വിടാതിരുന്നാലോ എന്ന്. പക്ഷേ വിടാതിരുന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് വെറുതെ TV കാണുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വിടാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വിളിക്കും, അപ്പം പിക്ക് ചെയ്തിട്ട് വരാം. ഈ ടേബിളൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീനായി. നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ടി വന്നു. ടിഫിൻ ബോക്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന്
അകത്തൊക്കെ ചൂടുവെള്ളം വെച്ചിട്ട് കഴുകി കൊടുക്കാം. ഞാൻ ഇന്നലെ വന്ന ഉടനെ കഴുകി വെച്ച സംഭവമാണ്. പിന്നെ ഇതിപ്പോൾ രാവിലെ ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ പീൽ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കണേ. ഇത് ഫുൾ അവൾ കഴിക്കില്ല, കുറച്ചേ വേണ്ടു. അവർക്കെല്ലാം വളരെ കുറച്ച് കുറച്ച് കൊടുത്തു വിട്ടാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 11 മണിക്കല്ലേ, 11:30 കഴിക്കാനല്ലേ പോകുന്നതേ. 10 മണിക്കാണ് ക്ലാസ്സിൽ കയറുന്നത്. ഒരു 10:15 കഴിയും അവരുടെ പ്രെയറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഇപ്പം മഴ ആയതുകൊണ്ട് ഇന്നലെ പ്രെയറൊന്നും ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ ഇന്നും ഉണ്ടാവില്ലായിരിക്കും. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളെ പുറത്ത് നിർത്തുന്നുണ്ടായിരുന്നു. ഇപ്പം അവർ പാരൻസിനെ പുറത്ത് നിർത്തുന്നില്ല. കാരണം വേറെ കുട്ടികൾ, കരയുന്ന കുഞ്ഞുങ്ങൾ നമ്മളെയൊക്കെ കാണുമ്പം കരയുന്നു. അതായത് അവരുടെ പാരൻസൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ കരച്ചിൽ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അകത്തേക്കേ കയറ്റുന്നില്ല. അവരെ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്. ഇത്രയും വെച്ചിട്ടുണ്ട്. ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പപ്പായ വെക്കുന്നതേ ഉള്ളൂ. ഉറപ്പ് അവൾ കഴിക്കാൻ ചാൻസ് കുറവാണ്. പപ്പായോട് വലിയ താല്പര്യമില്ല അവൾക്ക്. കൺമണിക്ക് ചിക്കൻ ഇഷ്ടമാണോ മോനെ? ചിക്കൻ ഇഷ്ടമാണോ? ചിക്കൻ മമ്മ ഉച്ചയ്ക്ക് ചിക്കൻ ഉണ്ടാക്കി തരാം കേട്ടോ. ആ മമ്മ കൂട്ടാൻ വരുമല്ലോ സ്കൂളിലേക്ക്. മമ്മ പിക്ക് ചെയ്യാൻ വരും. കൺമണി, ഇന്ന് ഡാഡി ഇല്ലല്ലോ, അപ്പോൾ നമുക്കിന്ന് രണ്ടാൾക്കും കൂടി അപ്സരയിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് വന്നാലോ? അപ്സരയിൽ പോവാ? അപ്സര. കൺമണി ഇന്നലെ എന്താ എഴുതാൻ പഠിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞേ. ഏതൊക്കെയാ പഠിച്ചെഴുതാൻ? അല്ലമ്മ, ഈവനിങ് മമ്മ എന്തോ എഴുതിപ്പിച്ചിട്ടില്ലേ കൺമണീനെ? 2 എഴുതാൻ പഠിച്ചു അല്ലേ? പിന്നെ ആൽഫബറ്റ്സിൽ എയും 2ഉം പഠിച്ചു അല്ലേ? നമ്മൾ മെല്ലെ 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 പഠിക്കും. ഇന്നെന്താ പഠിക്കുക നമ്മൾ? ഡ്രോയിങ് ആണോ പഠിക്കുക? ഓക്കെ. നാളെയും മറ്റന്നാളും ലീവാ. സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ്. സോ ഇന്ന് പോയിട്ട് വാ. ഇന്ന് പോയി കളിച്ചിട്ടൊക്കെ വാ. ആഫ്റ്റർനൂൺ മമ്മ ചോറും പരിപ്പും ദാലും, ചോറും ദാലും ചിക്കനും ആക്കി തരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. കൺമണി രാത്രി പേടിച്ച് കരഞ്ഞിനി അച്ഛാ വിളിച്ചിട്ട്. ഇല്ല, അച്ഛൻ എങ്ങനെ വരും? അച്ഛൻ ദൂരല്ലേ, പയ്യന്നൂരല്ലേ. എങ്ങനെ? അച്ഛൻ വന്ന് നോക്കിനാ? നോക്കിയിട്ട് പോയോ? അശ്വൻ നമ്മൾ കുളിക്കുന്ന സമയമാകുമ്പോഴേക്ക് പോയി. ഓപ്പൺ ചെയ്. ഗോ സിറ്റ്. സീറ്റ് ബെൽറ്റ് ഇട്. വലിക്കിങ്ങോട്ട്. അതിങ്ങോട്ട് താ. ആ ക്ലിപ്പ് ഇങ്ങോട്ട് താ. എന്തിന് പേടിയാവുന്നേ? സ്കൂൾ പേടിയാവാനൊന്നുമില്ലല്ലോ. സ്കൂളിൽ നല്ലതല്ലേ? അടിക്കൊന്നും ചെയ്യില്ല. ആരടിക്കും അവിടെ? ആരും അടിക്കൂല. ടീച്ചർ തല്ലുകയും ചെയ്യില്ല. എന്തിനാ ടീച്ചർ തല്ലുന്നേ? വായിലിട്ട് കരഞ്ഞിനാ? അപ്പൊ ടീച്ചർ തല്ലിയോ? തല്ലിയാ? പേടിപ്പിച്ചു. അത്രേ ഉള്ളൂ. അതെന്താ അറിയാം മോനെ, വടിയില്ലെങ്കിൽ പിള്ളേരെ പേടിക്കൂല, കുട്ടികളെല്ലാം പേടിക്കൂല. അതുകൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ടീച്ചർ അങ്ങനെ ചെയ്തതാ. കൺമണി ഗുഡ് ഗേൾ ആയിട്ട് നിന്നാൽ അവരൊന്നും ചെയ്യില്ല. ഓക്കെ. ഇന്ന് ലാസ്റ്റ്. ഇനിയിപ്പോൾ 2 ദിവസം ഇല്ല. ഞാൻ എടുത്തു തരാം, ബാഗ് എടുത്തു തരാം. ഇനിയിപ്പോൾ 2 days ഇല്ലല്ലോ. 2 days ഫ്രീ അല്ലേ? സ്കൂൾ ഇഷ്ടാണോ? 2 days സ്കൂളിൽ പോണോ? അത് കുറച്ച് കഷ്ടമാണ്. അയ്യോ, ആദ്യത്തെ 2-3 ദിവസം ഞാൻ പെട്ട പാട്. പക്ഷെ അന്ന് എന്നോട് എല്ലാവരും, എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു, ഒന്നുമല്ല, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, കൺമണി പെട്ടെന്ന് ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും അതിന് ലൈവായിട്ട് കാണിച്ചു തരാൻ കേട്ടോ. കൺമണി ഓക്കെ ആയി.
അപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് വിട്ടിട്ട് വരാം. See you soon. ഇത് പുട്ടായതുകൊണ്ട് അമ്മയ്ക്ക് പുട്ടിന് പഴം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പോകുന്നൊരു പയ്യനുണ്ട്, അവനിന്ന് ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ തിരിച്ച് ഞാൻ ഈ ഒരു ഷോപ്പിൽ വന്നു. പക്ഷേ ഇയാൾ എന്നെ എപ്പോഴും പറ്റിക്കുന്ന ഒരാളാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ, ആ മരത്തിന് അവർ കൊത്തിക്കളഞ്ഞു. വണ്ടി ഇപ്പം അകത്ത് പാർക്ക് ചെയ്യാൻ എനിക്കൊരു നിർവാഹമില്ല. എനിക്ക് ഒന്നാമത് പാർക്കിംഗ് അത്ര വശമില്ല. ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു സ്പേസ് ഞങ്ങളുടെ വണ്ടിക്ക്. ഇത് കറക്റ്റ് ബാക്കോട്ട് എടുത്തിട്ടെങ്കിൽ ബാക്ക് തട്ടും. പിന്നെ കുറച്ച് നമ്മൾ ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഗേറ്റ് അടക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും സ്ഥലമുള്ളൂടെ. ആ മരം അവരങ്ങ് കൊത്തിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ തൽക്കാലം വണ്ടിനെ ഇവിടെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുള്ളത്. അവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കാരണം അവർക്ക് വണ്ടിയൊന്നും വരാനില്ല. ചെറിയ ഗേറ്റ് മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ. ഇതാണിവിടെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ. ഇവിടെ എന്തോ ചിരണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. ഡ്രൈനേജിൻ്റെ എന്തോ പണിയെടുക്കുക. പുട്ട് ഇവിടെ റെഡിയാവുന്നുണ്ട്. സമയം 10:45 ഉള്ളൂ. എൻ്റെ ഫുഡ് കഴിക്കുന്ന സമയം 11 മണിയാണ്. അപ്പോൾ 10:45 ഉള്ളൂ. അമ്മ പുറകിൽ ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കയ്യിൽ വാഷ് ചെയ്യേണ്ട കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട്, കാരണം ഞങ്ങൾക്ക് അത്രയും സ്ഥലമുള്ളൂ വാഷ് ചെയ്യാനൊക്കെ. പിന്നെ അതിന് വേണ്ടി വേറെ കല്ലും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ಟೀ ಮಾಡ್ಕೊಡ್ತೀನಿ, ನಾನೇ ಮಾಡ್ಕೊಡ್ತೀನಿ. ಪುಟ್ಟು ಜೊತೆ ತಿನ್ನುವ ಅಕ್ಕ, ಪುಟ್ಟು ಜೊತೆ ತಿನ್ನೋಣ, ಕುಡಿಯೋಣ. ಬೇಡ, ಫಸ್ಟೇ ಕುಡಿತೀರಾ? ಅಕ್ಕ ಹೇಗಿತ್ತು? ಚೆನ್ನಾಗಿದೆನಾ? ಅಂಬ ಇನ್ನೊಂದು ಪುಟ್ಟು ಹಾಕ್ಲವ? ಒಂದೇ ಒಂದು. ಅಕ್ಕ ನಿಮಗೊಂದು ಪುಟ್ಟು, ನಿಮಗೊಂದು. അത് പെയിൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട് മോനെ. കന്മനീനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വന്നു. കന്മണി എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ ക്ലാസ്? നല്ലതായിരുന്നു, സൂപ്പറായിരുന്നോ? എന്താ കഴിച്ചേ? ബാക്കി കഴിച്ചിട്ടില്ല. ഓക്കെ, വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പൊ എവിടെ പോണേ? അത് അവിടെ കൈ വേദനിക്കുന്നോ? ബുക്ക് പിടിക്കുമ്പോഴോ? കൺമണി ഇപ്പൊ എങ്ങോട്ടാ പോന്നെ? നമ്മള് അപ്സരയിൽ പോയിട്ട് നമ്മള് ഷുഗർ ഫ്രീ ഐസ്ക്രീം കഴിക്കാൻ പോവാ അല്ലേ? കൺമണീനെ നമ്മൾ നഴ്സറിയിലൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൺമണിക്ക് കുറച്ച് നഴ്സറി ബുക്സ് അവർ എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് വാങ്ങിച്ചു. കാരണം അവൾക്ക് കുറച്ചുകൂടി റൈറ്റിംഗ് ഒക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട്, ലൈൻസൊക്കെ വരയ്ക്കാനൊക്കെ ടീച്ചർ ആ ഒരു ബുക്ക് കൂടെ തന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അതായത് ഇന്ന് ലേറ്റായി. 1 മണിയൊക്കെ എല്ലാവരും അവർ പാരൻസൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന സമയമായതുകൊണ്ട് അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതവിടെ എടുത്തു വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ചു. നമ്മൾ 1:30 സമയം ഞാനും കൺമണിയും നേരെ കൺമണിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയിട്ട് അപ്സരയിൽ പോവാം. കണ്ണുത വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി. ഇനി കുറച്ച് സമയം കണ്ണ് കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് കണ്ണ് കുറച്ച് സമയം വരയ്ക്കും, പെയിൻറ്റ് ചെയ്യും, പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ TV കാണും, പിന്നെ മാമുണ്ണും, പിന്നെ താച്ചി ഉറങ്ങും. കൺമണി ഇന്നും ഫുഡ് കഴിച്ചിട്ടില്ല. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇപ്പോൾ ഫുഡ് വേണ്ട, ഉറങ്ങി എഴുന്നേറ്റിട്ട് ചോറുണ്ടോളാന്ന് പറഞ്ഞു. കൺമണിനെ ഉറക്കാം. കൺമണി ഉറങ്ങാം. ഞാൻ കാണിക്ക്. അവിടെ ഇരിക്കും. അയ്യമ്മേ, പുതിയ പാൻറ്റ് കിട്ടിയതിന് ശേഷം ആ പാൻറ്റ് മാത്രമേ വേണ്ടൂ. 3 ഉണ്ട്. അതൊരു സെറ്റ് ഓഫ് 3 ആയിരുന്നേ. ഇപ്പോൾ ആ പാൻറ്റ് മാത്രമേ വേണ്ടൂ. ബാക്കി 2 വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. അത് മാത്രമേ വേണ്ടൂ. അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ എന്നോട് അത് ചോദിച്ചിട്ടാണ് വന്നത്, പാൻറ് ഉണ്ടോ അല്ലേ? ഞാനും കണ്ടു നല്ല ഉറക്കം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉറങ്ങുമ്പോഴേക്കും 4 മണി ആയിട്ടുണ്ടായിരുന്നു. കൺമണി പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം 6 മണി. ಆಮ ಎಲ್ಲ ಅವಳು ಪುಲಾವ್ ತಿಂತಾಳಂತ. അമ്മമ്മയുടെ വീട്ടിൽ പോവാണ്. അവിടെ നിന്ന് എന്തോ സാധനമൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഐബ്രോസ് ഒക്കെ ചെയ്യണം. മറ്റന്നാൾ സൺഡേ ട്രിപ്പ് പോവല്ലേ. ഞാനുണ്ടല്ലോ വണ്ടി ഇത് അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്ത്, ആ സ്ഥലത്ത്. കാരണം ഞാൻ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് വേണേ. ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ അവരാ മരവും മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ ഒരു 2-3 ബൈക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ പിന്നെ അവിടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തു. നമ്മൾ ആരും ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പുലാവ് ഉണ്ടാക്കാം. പുലാവ് നമുക്ക് ഈസിയാണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പുലാവ് ഉണ്ടാക്കാം. പുലാവ് ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ ഞാൻ അധികം സ്പൈസി ആക്കില്ല. അപ്പോൾ കൺമണിയാണെങ്കിൽ അത് കഴിക്കും. പിന്നെ അമ്മയുടെ കാര്യം എനിക്കറിയില്ല, ചിലപ്പോൾ അമ്മ അവിടെ അമ്മാമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് കഴിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് പുലാവ് ഉണ്ടാക്കാം. പുലാവിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, പുതിയതായിട്ടൊന്നുമില്ല. ഈസി പുലാവ്, വെജിറ്റബിൾ പുലാവ്. എൻ്റെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൺമണി ഏതോ ഒരു ടോയ് എടുത്തിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺമണി എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മ പുലാവ് റെഡിയായി, നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പം നമ്മൾ വിചാരിച്ചു വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് കഴിക്കാമെന്ന്. സമയം 6:15 ഉള്ളൂ. നമ്മൾ കഴിക്കാൻ പോകാൻ കേട്ടോ. നല്ല വിശപ്പ്, അതുകൊണ്ടാണ്. ആരൊട്ടിച്ചത്? കൺമണി ഒട്ടിച്ചേ? ടീച്ചർ ഹെൽപ്പ് ചെയ്തോ? ആ, ഗുഡ് ഗുഡ്. എല്ലാവർക്കും കാണിച്ചു കൊടുത്തോട്ടെ. കൺമണി എന്തോ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മോനെ ഇത്? ട്രയാങ്കിൾ. എന്താ നമുക്ക് നോക്കാം. ഹോംവർക്ക് എന്താ? ഇവിടെ എന്തൊരു ഹോംവർക്ക് ഉണ്ട് കണ്ടോ? അതാണ് ഹോംവർക്ക്. ഒന്നേ ഉള്ളൂ, ഇതേ ഉള്ളൂ. കൺമണിൻ്റെ ബുക്സിൽ ഇത് പിന്നെ ഫസ്റ്റ് ടൈം കൊടുത്തു വിടുന്നതാണ് കേട്ടോ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞൊരു ബുക്ക്, പിന്നെ മാത്സിൻ്റെ ഒരു ബുക്ക്. എല്ലാ ബുക്കൊന്നും അവർ വീട്ടിലേക്ക് കൊടുത്തു വിടുന്നില്ല, വർക്കുള്ള ബുക്കുകൾ മാത്രമേ വിടുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ഫ്രൈഡേ അവർക്ക് ഹോംവർക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശനി ഞായർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ആഴ്ചക്ക് രണ്ട് വർക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കൺമണി നഴ്സറിയിൽ പോവാത്തതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ മാം നഴ്സറിയിലുള്ള വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന്ന് നമുക്ക് കുറച്ച് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു പരിപാടി. പിന്നെ നാളെയും മറ്റന്നാളൊക്കെ കുറച്ച് നമ്മൾ പിന്നെ ആ വർക്ക് ബുക്ക് നഴ്സറിയുടെ ബുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. കൺമണിക്ക് ഈ ഒരു സമയമാവാൻ കൺമണിക്ക് ചെറിയ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ കൺമണിക്ക് എന്താ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നലെ, അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതവൾക്ക് വിഷമം. ഞാൻ അവൾക്ക് പറയുന്നുണ്ട് ട്രൈ ചെയ്യുമെന്ന്. അപ്പം കുറേ എഴുതുമ്പോഴും അങ്ങനെ ഒരു പെണ്ണൊന്ന് പിടിച്ചിട്ട് അവൾ അധികം ശീലിക്കാത്തതുകൊണ്ട് തന്നെ അവൾക്കതൊരു പെട്ടെന്ന് ആവാത്തതിൻ്റെ ഒരു സങ്കടം. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവൾക്ക് വേറെ മടിയും കാര്യങ്ങളൊന്നും. നല്ല മോളാണ്. അത് നമുക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. അപ്പം നമുക്ക് കൺമണീൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യിക്കാം. ഇങ്ങനെ നമ്മളെല്ലാവരും പുലാവ് കഴിച്ചു അല്ലേ? കൺമണി കുറച്ചേ കഴിച്ചുള്ളൂ. അവൾ മാങ്ങ കഴിച്ചു അതിനിടയ്ക്ക്. അപ്പോൾ പുലാവ് കൊടുത്തു, കുറച്ച് കഴിച്ചില്ല. ഞാനും ഫുഡ് കഴിച്ചു. അമ്മ ട്രിപ്പ് പോകുമ്പോഴല്ല ഡ്രസ്സിൻ്റെ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവരൊരാഴ്ചത്തേക്കാണ് ട്രിപ്പ് പോകണേ. ഷിർഡി, ബോംബെയിലാക്കുമത്. കൂടുതലും ടെമ്പിൾസാണ്. പക്ഷെ അവർ ഒരു ദിവസം ബോംബെയിലൊക്കെ പോകുന്നുണ്ട്. അപ്പം മുംബൈ ഒക്കെ ഉണ്ട് അവരുടെ ലിസ്റ്റിൽ. അപ്പം അവിടെ ഇടാൻ വേണ്ടിയിട്ട്. ബാക്കി ടെമ്പിൾസൊക്കെയാണ് കൂടുതൽ. പിന്നെ ഇവിടെയൊക്കെ ഷിർഡി, കോലാപ്പൂർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതിനെനിക്ക് ഇഷ്ടമാക്കില്ല. നമ്മളെല്ലാ ദിവസവും പോയിട്ടെത്തും. അപ്പം എന്താ സാധനം വെച്ച് എർജി കൊണ്ടുവന്നതാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? വിളിക്ക് വീട് ಕಬಡ್ಡಿ ಬೆಲ್ಚಿತ್ತು ಸ್ವಲ್ಪ ಡಿಸೈನ್ ಜಾಸ್ತಿ ಐತೆನೋ. ಇಲ್ಲ, ಚೆನ್ನಾಗಿ ಕಾಣ್ತಿದೆ ಅಮ್ಮ. ಅದಕ್ಕೆ ದುಪ್ಪಟ್ಟೆ ಯಾವ ಕಲರ್? ದುಪ್ಪಟ್ಟ ಬರೀ ಕುರ್ತಾ ಇದು. ಅದೇ ಏನಾಗಬೇಕು ಕಲರ್? ಪಿಂಕ್ ಪ್ಯಾಂಟ್, ಪಿಂಕ್ ಕುರ್ತಾ. ಇದೇನಾ? ಐತೆ. ತಗೊಂಡಿದ್ರಾ? ಐತೆ. ಆಮೇಲೆ ಇದೊಂದು, ಇದಕ್ಕೆ ಡಾರ್ಕ್ ಪಿಂಕ್ ಬರ್ತದೇನಲ್ಲ? ಅಲ್ಲ, ಇದು ಮರೂನ್ ಅಲ್ಲ? ಅದು ಮೆರೂನಾ? ಇದೊಂದು. ಬಟ್ ನಿಮ್ಮ ಹತ್ರ ಆ ಮರೂನ್ ಇದೇನಪ್ಪ? ಇದು ಸ್ವಲ್ಪ ದೊಡ್ಡದಿದೆ ಸ್ವಾತಿ. ಅಲ್ಲಮ್ಮ, ಮರೂನು ಇದು ಈ ಕಲರಾ? ಈ ಕಲರ್ ಇದೆ. ಶಾಲು ಇದೆನಾ? ಇದೊಂದು. ಆಮೇಲೆ
ಇದೊಂದು ಎಲ್ಲ ಇದು ಅದೆರಡಕ್ಕೂ ಸೇಮ್ ಪ್ಯಾಂಟ್ ಶರ್ಟ್ ಸಾಕು. ಪ್ಯಾಂಟ್ ಬೇಕೇನೋಪ್ಪ ಅಲ್ಲ. ಹ್ಞೂ ಇದು ಅಂಬ್ರೆಲಾ, ಇದಕ್ಕೆ ಇದೆ ಪ್ಯಾಂಟ್. ಅದು ವಿತ್ ಸೆಟ್ಟಾ? ಇದು ಸೆಟ್ ಇದು. ವೇಲು ಇದೆನಾ? ಹಾಂ, ದುಪ್ಪಟ್ಟನ ಆಯ್ತು. ಇದು ಪ್ಯಾಂಟ್. ಹಾಂ ಚೆನ್ನಾಗಿದೆ. ಆಮೇಲೆ ಅದೊಂದು ವೇಲ್ ಯಾವುದಮ್ಮ? ಯಾವ್ದು? ಇದ್ರದ್ದು ವೇಲ್ ಒಳಗಡೆ. ಹಾಂ ಬೇಡ ಬೇಡ ಬೇಡ. ಇದ್ರದ್ದು ಪ್ರಿಂಟ್ ಇದೆನಾ? ಹಾಂ, ಸೊ ಇಲ್ಲ ಪ್ಲೇನ್ ಇದೆ. ಪ್ಲೇನ್ ಇದೆ. ಆ ಕೆಳಗಡೆ ಆ ಥರ ಇದೆ. ಓಕೆ ಓಕೆ. ಸತಿ ಇದೊಂದು ಒಂಥರ ಹೊಸ ಥರ ಇತ್ತಪ್ಪ, ತಗೊಂಡಿದ್ದೀನಿ ಹಾಕೋಣ. ಕಾಲರಾ? ಈ ಥರ ಓಕೆ. ಇದು ಹಾಂ ಜರ್ನಿಗೆ ಅಂತ. ಚೆನ್ನಾಯ್ತಾ? ಪ್ಯಾಂಟ್ ಇಲ್ವಾ? ದಾ ಹ್ಞೂ ಇದೆ ಪ್ಯಾಂಟ್. ಓಕೆ ಚೆನ್ನಾಗಿ ಕಾಣ್ಬೋದು. ಚೆನ್ನಾಗಿ ಕಾಣ್ಬೋದು ಅಂತ ಗೆಸ್ ಮಾಡಿದ್ಯಾ? ಅಲ್ಲಿ ಇಲ್ಲಿಂದ ಶಿವಮೊಗ್ಗಕ್ಕೆ ಹೋಗೋ ಹಾಕ್ರಿ. ಫ್ರಾಕ್ ಹಾಕೊಂಡು ಬಿಡ, ಇದಕ್ಕೆ ಬೇಡ ಅಲ್ಲ ಅದೇ ಹಾಕ್ರಿ, ಯಾಕಂದ್ರೆ ಫ್ರಾಕ್ ಎಲ್ಲ ಹಳೇದಾಯ್ತಲ್ಲ, ಓಕೆ. ಹೊಸದಿಲ್ಲ ಅಲ್ಲ. ಇದೊಂದು ಸ್ಯಾರಿ ಅಜ್ಜಿದಾ? ಅಜ್ಜಿದ್ದು. ಇದಕ್ಕೆ ಇದು ಬ್ಲೌಸ್. ഓക്കെ ഇത് ഇവിടെ മനേക്ക് ബന്ധങ്ങളല്ല, മനേക്ക് തൗമന്ത്രല്ല. ഇത് ഇവിടെ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വെക്കാൻ വന്നവർ, ഇങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രിയ, അവൾക്ക് പരിചയമുള്ള ആരോ വീട്ടിൽ വന്നിട്ട് അവർ കുറേ സാരി വാങ്ങിപ്പിച്ചു ഇവരെ കൊണ്ട്. ഇത് അമ്മമ്മ വാങ്ങിച്ചതാണ്, അമ്മമ്മയ്ക്ക്. അമ്മ വാങ്ങിച്ചത് അമ്മമ്മക്ക് ഇഷ്ടമായതുകൊണ്ട് അമ്മമ്മ വാങ്ങിച്ചു നമ്മുടെ. ഇതൊന്ന് ಬ್ಲೌಸ್ ಇಷ್ಟ ಇದ್ರೆ ಇಲ್ಲ ನನಗೆ ಬೇಡ. ಈ ಸ್ವಾಮಿ ಕಲರ್ ಬೇಡವಾ? ಅಲ್ಲ ಅದಲ್ಲ, ಇದಂದ್ರೆ ನಿಮ್ಮ ಏಜಲ್ಲಿ ಚೆನ್ನಾಗಿ ಕಾಣುತ್ತೆ. ಅದದ್ದು ಅದು ಬ್ಲೌಸ್. ಇದು ಬ್ಲೌಸ್ ಎಲ್ಲ ಸ್ಟಿಚ್ ಮಾಡಿ ಈ ಸ್ಟಿಚ್ ಮಾಡಬೇಕಲ್ಲ, ಇದಲ್ಲ. ಹಾಂ, ಇದೆ ಬ್ಲೌಸ್. ಓಕೆ. ಇದೊಂದು ಚೆನ್ನಾಗಿದೆ. ಇದೆಷ್ಟು ಅಮ್ಮ? 2000? ಹಾಂ ಹಾಂ, 1300. ಅದು ಫಸ್ಟ್ ಸ್ಯಾಫ್ರನ್ ಕಲರ್ ಇದಾ? ಇದು 800. ಓಕೆ. ಇನ್ನೊಂದು ಪಿಂಕ್ ಅಜ್ಜಿದು ಅದು 800. ಇದನ್ನು ಬ್ಲೌಸು ಚೆನ್ನಾಗಿದೆಲ್ಲ, ಬ್ರೊಕೇಡ್ ಆಗಿ. ಅದು ಬ್ರೊಕೇಡ್ ಬ್ಲೌಸ್ ಚೆನ್ನಾಗಿ ಕಾಣ್ತಿದೆ. ಸಾರಿ ಚೆನ್ನಾಗಿದೆ. ಇದು ಪ್ರಿಂಟ್ ಚೆನ್ನಾಗಿದೆ. ಚೆನ್ನಾಯ್ತಾ? ಅನಿತಮ್ಮನ ಈ ಬೇಡ ಅಮ್ಮ, ಅನಿತಮ್ಮನು ಸೇಮ್ ತಗೊಂಡಿದಾರ? ಸೇಮ್ ಅಲ್ಲ, ಅದಕ್ಕೆ ಡಿಸೈನ್ ಚೇಂಜ್. ಈ ಕಲರ್ ಅಲ್ಲ ಅನಿತಮ್ಮಂದು? ಓಕೆ. ಅಂದರೆ ಬಟ್ ಪ್ಯಾಟರ್ನ್ ಬ್ಲೌಸ್ ಎಲ್ಲ ಸೇಮೇನಾ? ಇಲ್ಲ, ಅವಳದು ಬೇರೆ ಥರ ಐತೆ ಬ್ಲೌಸ್. ಇದು ನೋಡ್ರಿ, ಇದೆಲ್ಲ ಇದೆ ಇದಕ್ಕೆ ಕುಚ್ಚೆಲ್ಲ ಕಟ್ಬಿಟ್ಟಿದ್ದಾರೆ. ಚೆನ್ನಾಗಿದೆ, ಎಲ್ಲ ರೆಡಿ. ಬಟ್ ಈ ಪ್ರಿಂಟ್ ಇರೋದು ನಮ್ಮವ್ರಿಗಿಂತ ನೀವೇ ಜಾಸ್ತಿ ಹಾಕೋದು, ಒಂದು ಸ್ವಲ್ಪ ತಾಯಿ ಏಜ್ ಅವರು ಜಾಸ್ತಿ. ಇಲ್ಲಂದ್ರೆ ಏನಾದ್ರು ಅಫಿಷಿಯಲ್ಸ್ ಇರ್ತಾವಲ್ಲ, ಟೀಚರ್ಸು, ವರ್ಕಿಂಗ್ ಅವರು ವರ್ಕಿಂಗ್ ವುಮೆನ್. ಈ ಸಲ ಬಂದರೆ ಒಂದು ರಮಗೊಂದು ತೊಗೊಂಡು ಹೋಗ್ತೀವಿ. ನಾನು ಹಿಂಗೆ ಕೇಳಿದೆ, ನೀನೇನು ಹೇಳಲಿಲ್ಲ. ಬರ್ತತೆ ಸರಿ, ನಾಳೆ ಹೋಗ್ತಿಲ್ಲ. ಅದೆಲ್ಲ ಚೆನ್ನೈಯಲ್ಲಿ ತಗೊಂಡ್ರು, ಚೆನ್ನೈ ಸಿಲ್ಕ್ಸ್. ಇದು ಚೆನ್ನೈ ಸಿಲ್ಕ್. ಚೆನ್ನೈ ಸಿಲ್ಕ್ಸ್ ಅಲ್ಲ, ಚೆನ್ನೈ ಫ್ಯಾಷನ್. ಚೆನ್ನೈ ಸ್ಯಾರಿ ಸೆಂಟ್ರಾ ಅದು അവിടെ ಬರ್ದಿದ್ದಾರೆ. ಅದೇ ಚೆನ್ನೈ ಚೆನ್ನೈ ಸಿಲ್ಕ್ಸ್ ಅಲ್ಲ, ಚೆನ್ನೈ. ആ കവറ് കീറി കളഞ്ഞു. കൺമണി വീഡിയോ എടുത്തിട്ടല്ലേ അമ്മേൻ്റെ ഫോൺ എടുത്തിട്ട്? ഇതെന്താ പറഞ്ഞേ പറ. ഓ ഞാൻ നോക്കണ? കൺമണി പറയാം അമ്മയോട്. എങ്ങനെയാ പറയല് അമ്മ? എല്ലാവർക്കും എന്താ പറയലുണ്ടല്ലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൽ സ്വാഗതം. കണ്ണുൻ്റെ വേറൊരു ഫോൺ എടുത്തിട്ട് ഞാൻ ഇതിലായിരുന്നു അവൾ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അവളെടുത്ത വീഡിയോൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗം ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. നാളെ ಪ್ಯಾಕ್ ಮಾಡ್ತೀರಮ್ಮ? ഇത് ചെന്നൈ ഷോപ്പിംഗ്. സമയം 10:30 ആയിട്ടോ. അശ്വിൻ എത്തിയിട്ടില്ല. നമ്മൾ വിചാരിച്ചു അശ്വിൻ വന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഒരു 70 കിലോമീറ്റർ കൂടി ഉണ്ട് വരാമെന്ന് പറഞ്ഞു. മിക്കവാറും 12 മണിയാവും അശ്വിൻ എത്തുമ്പോഴേക്കും. ആ ഹൈവേയിലുണ്ട്. അമ്മയും കിടന്നു. അപ്പം ഞാനും കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. ഇവൻ നമ്മളും അശ്വിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച് നമ്മളും കിടന്നുറങ്ങും. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രൈഡേ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പിന്നെ എല്ലാവരും എനിക്ക് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കമൻറ്റ് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യുന്നവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.